വർഷങ്ങളായി തരിശായി കിടന്ന പല്ലാരിമംഗലം പഞ്ചായത്തിലെ കടുക്കപ്പിള്ളി സത്താർപാടം കതിരണിഞ്ഞു. പൈമറ്റം റിയൽ ഹീറോസ് ക്ലബ് പ്രവർത്തകരാണ് പാടത്ത് കൃഷി ഇറക്കിയത്. മികച്ച വിളവ് ലഭിച്ച പാടത്ത് ക്ലബിന്റെ വക കൊയ്ത്തുത്സവവും നടത്തി. പല്ലാരിമംഗലം പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് കടുക്കപ്പള്ളി സത്താർപാടമുള്ളത്. വർഷങ്ങളായി കൃഷി ചെയ്യാതെ തരിശായി കിടന്ന പാടം കാടായി മാറിയിരുന്നു. പാടത്ത് വരമ്പുകൾ പോലും കാണാൻ സാധിക്കാത്ത തരത്തിൽ മണ്ണ് നിറഞ്ഞു. ഈ പാടശേഖരത്തിലേക്ക് കൈത്തോടുകളും വരമ്പുകളുമൊക്കെ പുനർനിർമ്മിച്ച ശേഷമാണ് റിയൽ ഹീറോസ് ക്ലബ്ബ് പ്രവർത്തകർ പാടത്ത് വിത്തെറിഞ്ഞത്. ആ കൂട്ടായ പരിശ്രമം പാഴായില്ല. 100 മേനിയാണ് 2 ഏക്കറോളം വരുന്ന പാടത്തു നിന്ന് അവർ കൊയ്തെടുത്തത്. പൈമറ്റത്തുള്ള റിയൽ ഹീറോസ് ക്ലബിൻ്റെ പ്രവർത്തകർ 5 പറ കൃഷി ഇറക്കിയിരിക്കുന്ന മനോഹരമായ കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ജ്യോതി നെൽവിത്താണ് ഇവിടെ വിതച്ച് ഇന്ന് കൊയ്തെടുക്കുന്നത്. റിയൽ ഹീറോസിൻ്റെ പ്രവർത്തകർ ഈ പാടം, തരിശായി കിടന്ന പാടം ചവിട്ടിക്കുഴച്ച് പരുവപ്പെടുത്തിയിട്ടാണ് ഇതിൽ കൃഷി ഇറക്കിയത്. അന്ന് നെൽവിത്ത് ഇറക്കിയ സമയം മുതൽ ഇന്ന് കൊയ്തെടുക്കുന്ന സമയം വരെ കണ്ണിമ ചിമ്മാതെ കാത്തിരുന്നിട്ടാണ് ഇന്ന് 100 മേനി കൊയ്തെടുക്കുന്നത്. എല്ലാവരും അക്കാര്യത്തിൽ വലിയ ആഹ്ലാദത്തിലാണ്. ക്ലബിനെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. കൊയ്തെടുത്ത നെല്ല് ഉണക്കി ഇടിച്ചെടുത്ത് അവലാക്കി വിതരണം ചെയ്യണമെന്നാണ് ക്ലബിൻ്റെ പ്രവർത്തകർ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ക്ലബിൻ്റെ ഭാഗത്തും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊയ്തെടുത്ത നെല്ലിടിച്ച് അവൽ നിർമ്മിച്ച് വിതരണം ചെയ്യാനാണ് ക്ലബിന്റെ തീരുമാനം. കാർഷിക രംഗത്ത് കൂടുതൽ ഇടപെടലുകളുമായി മുന്നോട്ടു പോകുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 18 പല്ലാരിമംഗലം. പാഴ്വസ്തുക്കളിൽ നിന്ന് പ്രകൃതിയുടെ പുതുനാമ്പുകൾ സൃഷ്ടിക്കുകയാണ് വലപ്പാട് സ്വദേശി മണി വെങ്കളത്ത്. വലിച്ചെറിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ലാൻഡ്സ്കേപ്പിംഗിനെയും ഉദ്യാനങ്ങളെയും വെല്ലുന്ന രീതിയിൽ വീട്ടുമുറ്റത്ത് ദൃശ്യവിരുന്നൊരുക്കിയിരിക്കുകയാണ് ഈ യുവാവ്. ആവശ്യമില്ലെന്ന് കരുതി വലിച്ചെറിയുന്ന വസ്തുക്കൾ എങ്ങനെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്ന് തെളിയിക്കുകയാണ് മണി. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള മണിയുടെ വീട് പുറമേ നിന്ന് നോക്കിയാൽ മനോഹരമായ ഒരു ഉദ്യാനമാണെന്ന പ്രതീതിയാണ് ആദ്യം നൽകുക. പാഴ്വസ്തുക്കളിൽ വളർത്തിയ ഇലച്ചെടികൾ, മതിലിനും ഗേറ്റിനും അഴക് നൽകി വള്ളിച്ചെടികൾ, മണ്ണ്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച പാത്രങ്ങളിലും ചെടികൾ വളർന്നു നിൽക്കുന്നു. എന്തിനേറെ പറയുന്നു, ബൾബുകളിൽ വരെയാണ് ഇവിടെ ചെടികൾ വളരുന്നത്. ഇവിടെ ചെടി വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാഴ്വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ബൾബ്, മറ്റുള്ള ഫുട്ട് ബൾബ്, മിക്സിയിലെ ജാറുകൾ, എന്ത് കളയുന്ന സാധനങ്ങളെല്ലാതും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 10-20 വർഷമായിട്ടുണ്ടാവും. ഞാൻ ചെറുപ്പം മുതലേ ഈ ചെടികൾ താല്പര്യമുള്ള ആളാണ്. ചെടികളോട് മാത്രമല്ല മണിയുടെ സ്നേഹം. പഴയ ടിവിയിൽ പക്ഷികൾക്കായി കൂടും ഒരുക്കിയിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള ചായക്കടയുടെ ചുമരിൽ ഡാവിഞ്ചി സുരേഷ് തീർത്ത മനോഹര ചിത്രം കാണാം. മണിയുടെ വീടിനും പരിസരത്തിനും തീർത്തും അനുയോജ്യമാണ് ഈ ചിത്രമെന്ന് തോന്നിപ്പോകും. ന്യൂസ് 18 ഗുരുവായൂർ. കായംകുളത്ത് കരനെൽ കൃഷിയിൽ വിജയം നേടി മാതൃകയാവുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. വീടിനോട് ചേർന്നുള്ള 50 സെന്റിലായിരുന്നു ഇവർ കൃഷി ഇറക്കിയത്. മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, കുട്ടിയൊരുക്കി പറഞ്ചേ, ചെറുഞാറുകൾ കൊത്തിയെറിഞ്ചേ, തെയ്യാദിനം ദിനം താരോ തക തെയ്യാദിനം ദിനം താരോ, തെയ്യാദിനം ദിനം താരോ തക തെയ്യാദിനം ദിനം താരോ.
8 വയസ്സുകാരൻ കാർത്തിക് നാരായണനും 8ാം ക്ലാസ്സുകാരി ഗൗരി പാർവതിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൂര്യനാരായണനും കൃഷിപ്പണിയുടെ തിരക്കിലാണ്. പഠനം വീട്ടിലായതോടെ ഒഴിവു സമയമെല്ലാം ഇവർ കൃഷിക്കായി വിനിയോഗിക്കും. വീടിനോട് ചേർന്നുള്ള 50 സെന്റ് സ്ഥലത്താണ് കരനെൽ കൃഷി ഇറക്കിയത്. കൊച്ചു കൊച്ചു പച്ചക്കറി കൃഷികളൊക്കെ നമ്മൾ ചെയ്തു എങ്കിൽ പോലും അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തരിശു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ഇറക്കുന്ന ഒരു ആഗ്രഹം. അപ്പോൾ അത് കുട്ടികളെയും കൂടെ കൂട്ടി ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നീട് അവർ കർഷകരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവർ എല്ലാ ദിവസവും രാവിലെ അത് എത്രത്തോളം വളർന്നു, അതിൽ നെല്ലിട്ടോ എന്നൊക്കെ നോക്കാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് മുഴുവനായിട്ടും അവരെ അങ്ങ് ഏൽപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മൾ ഓണാട്ടുകാരക്കാർ നമ്മുടെ കാർഷിക സംസ്കാരത്തിന് ഏറ്റവും പേരുകേട്ട ആളുകളാണ്. നെല്ലായാലും എള്ളായാലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കേട്ട് അറിഞ്ഞതിട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾ. ജ്യോതി വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മാസങ്ങൾക്ക് മുൻപ് വിതച്ച നെല്ല് കൊയ്തു. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ നെല്ല് വിതറിയതും അത് കൊയ്തതും ചെയ്യാനും കാണാനും പറ്റിയതിൽ. ഞാനിത് സിനിമയിലും ഫോണിലും അമ്മ പറഞ്ഞതൊക്കെ കേട്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്താണെന്ന് അറിയാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കൊയ്ത നെല്ല് ഞങ്ങൾ അരിയാക്കി കഴിക്കും. വിഷമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാമല്ലോ. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് കൊടുക്കും. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നിയാൽ നല്ലതല്ലേ. പിന്നെ ഇതിൻ്റെ കുറച്ച് അടുത്ത കൃഷിക്കായിട്ട് മാറ്റിവെക്കും. മികച്ച വിളവ് ലഭിച്ചതിൽ കുട്ടികൾക്ക് സന്തോഷം. കുട്ടികൾക്കൊപ്പം കൂട്ടുകാരും കൃഷിയിൽ പങ്കാളികളായി. ഇനി എള്ള് കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണിവർ. ന്യൂസ് 18 കായംകുളം. കുറഞ്ഞ ജലനിരപ്പിലും സഞ്ചരിക്കാവുന്ന എയർബോട്ട് നിർമ്മിച്ച് താരമായിരിക്കുകയാണ് എടപ്പാൾ സ്വദേശിയായ അഭിജിത്ത്. വെള്ളത്തിനു മുകളിലൂടെയും പായൽ പരപ്പിലൂടെയും അനായാസം സഞ്ചരിക്കാവുന്ന വിധത്തിലാണ് ലോക്ക്ഡൌൺ കാലത്ത് നിർമ്മിച്ച ഈ ബോട്ടിന്റെ രൂപകൽപ്പന. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മലപ്പുറം അയിലക്കാട് അഭിജിത്ത് ബോട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച അഭിജിത്ത് തന്റെ സാങ്കേതിക വൈദഗ്ധ്യം പരീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടായാൽ ഉപയോഗിക്കാവുന്നതാണ് എയർബോട്ട്. ആഴമില്ലാത്ത ജലനിരപ്പിലും പായൽ പരപ്പിന് മുകളിലും അനായാസം സഞ്ചരിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം. എഞ്ചിൻ ശേഷി കൂട്ടിയാൽ മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് അഭിജിത്ത് പറയുന്നു. ഈ ലോക്ക്ഡൗൺ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ ചെയ്തതാണ്. നമ്മൾ ഇവിടെ ആകെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ സാധാരണ വാട്ടർ പപ്പറിൻ്റെ ബോട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചണ്ടി അങ്ങനെ വെള്ളത്തിലടിയുള്ള പല സാധനങ്ങളും സബ്സ്റ്റൻസും ഒക്കെ കുടുങ്ങും. ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഇത് എയർ ബോട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെ പ്രഷറോടാണ് ഇത് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര വെള്ളം കുറഞ്ഞ പ്രദേശമായാലും ഇപ്പോൾ മൺതിട്ട അങ്ങനെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്തിട്ട് പോയിക്കോളൂ. ഇതിപ്പോൾ 100 cc എഞ്ചിനിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇനിയും എഞ്ചിൻ്റെ പവർ കൂട്ടിയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ലീഫിൻ്റെ എണ്ണ ഒക്കെ കൂട്ടുകയാണെന്ന് വെച്ചാൽ ഇനിയും നല്ല പവറിൽ നമുക്ക് ചെയ്യാം. കായലോരങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കും കുറഞ്ഞ ചെലവിൽ ഉപകാരപ്രദമാകും വിധമാണ് ബോട്ടിന്റെ നിർമ്മാണം. ന്യൂസ് 18 എടപ്പാൾ. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വാഴയിലയിൽ പൊതിച്ചോർ വിറ്റ് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി. വിളിച്ചറിയിച്ചാൽ പൊതിച്ചോർ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി. കോവിഡ് കാലത്ത് പലർക്കും ഉച്ചഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോഴാണ് സൊസൈറ്റി ഇക്കാര്യത്തിൽ മുൻകൈയെടുത്തത്. ആവശ്യമുള്ളിടത്തെത്തിക്കാൻ അധിക നിരക്കുകൾ ഈടാക്കുകയില്ല.
പദ്ധതിയിലൂടെ ലഭിക്കുന്ന വരുമാനം ചികിത്സാ സഹായം എത്തിക്കാനും മറ്റും ഉപയോഗിക്കും. അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് അടിമാലി ടൗൺ പ്രദേശങ്ങളിലുള്ളവർക്ക് വാഴയില പൊതിച്ചോറ് വിതരണം ആരംഭിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 2 ആഴ്ച പിന്നിടുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപയും ഏതെങ്കിലും പാവപ്പെട്ട രോഗികൾക്കോ നിർധനരായ ആൾക്കാർക്കോ സഹായത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഫണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ചെറിയ തോതിൽ ഞങ്ങൾ വില വർദ്ധിപ്പിച്ചുവെങ്കിലും ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്തിട്ടില്ല. 40 രൂപയാണ് നോർമൽ ഊണിന്, 60 രൂപ വിത്ത് സ്പെഷ്യലാണ്. മീൻ കറിയോ മീൻ വറുത്തതോ ആയിരിക്കും അതിൻ്റെ അകത്തുള്ള കണ്ടന്റ്. അടിമാലി മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കടക്കം സൊസൈറ്റി വാഴയിലയിൽ ഊണെത്തിച്ച് നൽകുന്നുണ്ട്. പാചകവും പൊതിച്ചോറ് തയ്യാറാക്കലുമെല്ലാം സൊസൈറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഊണിന് ആവശ്യക്കാർ ഏറുമെന്നാണ് സൊസൈറ്റിയുടെ പ്രതീക്ഷ. ന്യൂസ് 18 അടിമാലി. തരിശുഭൂമിയിൽ കരനെൽ കൃഷി ആരംഭിച്ച് 100 മേനി വിളയിച്ചിരിക്കുകയാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷിക്ക് പുറമെയാണ് കരനെൽ കൃഷിയിലും പഞ്ചായത്ത് വിജയം കൊയ്തത്. അരയേക്കർ തരിശുഭൂമിയിലാണ് കരനെൽ കൃഷി ആരംഭിച്ചത്. 100 മേനിയാണ് കരനെൽ കൃഷിയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളവെടുത്തത്. സ്വർണപ്രഭ, ജ്യോതി തുടങ്ങിയ വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. സുഭിക്ഷ കേരളയുടെ ഭാഗമായി തവനൂർ ഗ്രാമപഞ്ചായത്ത് 5 ഏക്കർ ഭൂമിയിൽ മാതൃക കൃഷിത്തോട്ടം തുടങ്ങി. അതിൻ്റെ അവിടെ നമ്മൾ പച്ചക്കറി, അതിന് പുറമെ കരനെൽ കൃഷിയും കൂടി ചെയ്തിട്ടുണ്ട്. നല്ല മുന്തിയ ഇനം കരനെൽ കൃഷിയാണ് നമ്മളിവിടെ ചെയ്തത്. സ്വർണപ്രഭ, വൈശാഖ, ജ്യോതി, മട്ടത്രിവേണി അങ്ങനെ മുന്തിയ ഇനം ഐറ്റങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. പൊന്നാനി വിജയമാത കോൺവെന്റിന്റെ സ്ഥലത്താണ് കൃഷി. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിപ്പണികൾക്ക് നേതൃത്വം നൽകിയത്. അന്യം നിന്നുപോയ കരനെൽ ഉൽപാദനം വീണ്ടെടുക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. കരനെല്ല് ആരംഭിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കരനെല്ല് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെല്ലാം നെൽപ്പാടങ്ങളെല്ലാം തൂർത്തപ്പോൾ എന്തായി, നെൽകൃഷിക്ക് ഭൂമിയില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ കരനെല്ല് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചേ ഇനി പറ്റൂ. അപ്പോൾ കരനെല്ല് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് 1/2 ഏക്കറോളം വരുന്ന കരനെൽ കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ വിളവെടുപ്പായിരുന്നു, കൊയ്ത്തുത്സവമാണെന്ന് നടന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് കിട്ടുന്ന ധാന്യം വിത്താക്കി മാറ്റി തവനൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് ഇതിന് വേണ്ടി ഇന്ന് കൊയ്ത്തുത്സവം നടത്തിയത് നമ്മൾ മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാവുന്ന തരത്തിൽ കൊയ്ത്തിന് ആളെ കിട്ടാത്ത അവസരം വരികയാണ്. കൊയ്ത്തിന് കാരണം നമ്മുടെ അതിഥി തൊഴിലാളികളെല്ലാം ഇവിടുന്ന് പോയപ്പോൾ അവരെ നമുക്കെന്താ കൊയ്ത്തിന് ആളെ കിട്ടാത്ത അവസ്ഥ വരിക. നെൽകൃഷി രംഗത്തേക്ക് കൃഷിക്കാർ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതിന് നമ്മൾ പ്രത്യേകം ഒരു ഗ്രീൻ ആർമി എന്നുള്ള പോലെ ഒരു പ്രത്യേക സേനയെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷിഭവന നിർദ്ദേശങ്ങളനുസരിച്ചാണ് കൃഷി. കരനെൽ കൃഷിക്ക് പുറമെ വിവിധയിനം പച്ചക്കറികളും ഇതിനോടകം വിളവെടുത്തു. ഇനി കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. ന്യൂസ് 18 തവനൂർ. മാലിന്യം നിറഞ്ഞ പൊതുകിണർ വൃത്തിയാക്കി പരിസരത്ത് റോസ് ഗാർഡൻ ഒരുക്കിയിരിക്കുകയാണ് കായംകുളത്തെ സന്മ എന്ന സംഘടന. കരിയിലക്കുളങ്ങരയിലെ ദേശത്താണ് പൊതുകിണർ ശുചീകരിച്ച പൂന്തോട്ടം ഒരുക്കിയത്. കരിയിലക്കുളങ്ങരയിൽ ഒരു കാലത്ത് പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണറാണിത്. കാലങ്ങളായി മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു. സന്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. വളരെ നല്ലൊരു പൂന്തോട്ടമാക്കി ഈ സ്ഥലത്തെ മാറ്റിയിരിക്കുന്നു. കിണർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്തു മാറ്റി ശുദ്ധീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കിണറിനെ
ഞങ്ങൾ വേറൊരു ആശയം കൂടി ഞങ്ങൾ ഇതിലൂടെ സമൂഹത്തിന് നൽകുകയാണ്. കിണറിൽ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, പൊതുവിദ്യാലയങ്ങൾ നാടിൻ്റെ സമ്പത്താണ് എന്ന ഒരു സന്ദേശവും കിണറിലൂടെ ഞങ്ങൾ നൽകുകയാണ്. എനിക്കൊരു അതിശയം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വന്നപ്പോഴേ ഈ കിണർ കണ്ടു. ഈ കിണർ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കാഴ്ചയിൽ ഈ കിണർ ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പെയിൻറ്റ് ചെയ്ത് പൊതുവിദ്യാലയങ്ങൾ നാടിൻ്റെ സമ്പത്തെന്നൊരു പൊതുജന പ്രാധാന്യമുള്ള ഒരു മെസ്സേജും കൊടുത്ത് മനോഹരമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഒരു വൃത്തിയുള്ള, പറഞ്ഞല്ലോ, മണിയനീച്ചകളിൽ നിന്ന് പൂമ്പാറ്റകളിലേക്കുള്ളൊരു ദൂരം, അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരുപാട് സന്തോഷം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ള സഹോദരന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഈ കടകളും എല്ലാം നിങ്ങളുടെ ഓരോ ഭാഗത്തിലും കുറച്ച് ചെടിയൊക്കെ വെച്ച് ഈ പ്രദേശത്തെ ഈ സന്മ ചെയ്ത ഒരു നന്മ പ്രവർത്തനത്തിൻ്റെ തുടർച്ച അങ്ങനെ ആയിരിക്കണം എല്ലാവരും. കിണറിനു ചുറ്റും മുളക്കുറ്റികൾ സ്ഥാപിച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ചു. പക്ഷികൾക്കായി പ്രത്യേക കൂടും സ്ഥാപിച്ചു. കിണർ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കുവാനും കഴിയും. മഹാരാജാസ് കോളേജിലെ ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ MH രമേശ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കിണർ ശുചീകരിച്ചത്. ന്യൂസ് 18 കായംകുളം. കൊച്ചിയിലെത്തിയാൽ ഇനി കുതിര സവാരിയും നടത്തി മടങ്ങാം. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് കുതിരയോട്ടം പഠിപ്പിക്കുകയാണ് കൊച്ചിയിലെ വിന്റേജ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബ്. കുട്ടിക്കാലം മുതൽ കേട്ട കഥകളിലെ വീരകഥാപാത്രങ്ങൾ, സിനിമകളിൽ കുതിരപ്പുറത്ത് വരുന്ന നായികന്മാർ, കുതിരയോടുള്ള മലയാളിയുടെ കമ്പം കഥകളിൽ ഒതുങ്ങില്ല. കുതിര സവാരിയും കൊതിക്കുന്നവരേറെ. അങ്ങനെയുള്ളവർക്ക് കുതിരയെ പരിപാലിക്കുന്നത് മുതൽ കുതിരയോട്ടം വരെ പഠിപ്പിക്കാൻ കൊച്ചി പറവൂരിലെ വിന്റേജ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബ് റെഡി. ചെറുപ്പം മുതൽ തന്നെ കുതിരനെ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കണ്ട് അങ്ങനെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വാങ്ങി വന്ന് ആദ്യം ഞാനൊരു ചെറിയ കുതിരനെ വാങ്ങി. അതിനുശേഷമാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ കത്യാവരി ഇനത്തിൽപ്പെട്ട കുതിരനെ വാങ്ങി. അതിനുശേഷം തെറോബ്രീഡ് ഇനത്തിൽപ്പെട്ട കുതിരനെ വാങ്ങി. അങ്ങനെയാണ് എന്നോടുള്ള ഭ്രമം മൂത്തിട്ട് ഇങ്ങനെ റൈഡിംഗ് ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമായി 30 ദിവസത്തെ ക്ലാസുകൾ. ആൺകുട്ടികളും പെൺകുട്ടികളും കുതിര സവാരി പഠിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. സിനിമയിലും കാർട്ടൂണുകളിലുമൊക്കെ കണ്ടാണ് പലർക്കും കുതിരയോടുള്ള കമ്പം തുടങ്ങിയത്. ഈ റൗണ്ടിൽ ഞങ്ങളെ നടത്തിച്ചു. അത് കഴിഞ്ഞ് ത്രോട്ട് നെക്സ്റ്റ് സ്പീഡ് എടുത്തു. അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല കോൺഫിഡൻസ്. നല്ലൊരു ഏരിയയാണിത്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ യൂട്യൂബിൽ കുറേ പേരും കുറേ കുതിരയൊക്കെ ഓടിക്കണ കണ്ടപ്പോൾ എനിക്ക് പണ്ട് കുഞ്ഞിലെ മുതൽ ക്രേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ചേർന്നതാണ്. വിവിധ ഇനങ്ങളിലായി 10ഓളം കുതിരകളാണ് ഇവിടെയുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത VG, ന്യൂസ് 18. മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ നോക്കി ഒരു കട്ടനടിക്കാൻ കൊതിയുള്ളവർക്ക് പാലക്കാട്ടേക്ക് വണ്ടി കയറാം. കോവിഡ് കാലത്ത് ബസ് സർവീസ് പ്രതിസന്ധിയിലായപ്പോൾ വരുമാനം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ബസ് ഉടമ കെട്ടിക്കൊടുത്ത ഹോട്ടലിലാണ് ഈ വേറിട്ട കാഴ്ചയുള്ളത്. മംഗലശ്ശേരി. പേരിന് മുമ്പിൽ കൊമ്പനെ നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടു നടന്ന നിന്റെ തറവാട്ട് പേര് ഇനി നിന്റെ കൂടെ ഇല്ല. കളിയാനെ പനിനീര്, ഇവിടെ കളിയാനെ പനിനീര്. നായകന്മാരെ വിറപ്പിച്ച വില്ലന്മാരെല്ലാം ഇവിടെയുണ്ട്. ഇവരെ നോക്കി നല്ല ചൂടൻ ചായയും ഉഴുന്നുവടയും മാത്രമല്ല പൊറോട്ടയും ബീഫും ചിക്കനും കപ്പയും ഒക്കെ കഴിക്കാം. പാലക്കാട് കോയമ്പത്തൂർ ബൈപ്പാസ് റോഡിലാണ് ഈ വെറൈറ്റി ഹോട്ടൽ.
കോവിഡ് കാലത്ത് ബസ് സർവീസ് പ്രതിസന്ധിയിലായപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി ബസ് ഉടമ കെട്ടിക്കൊടുത്ത ഹോട്ടലാണിത്. ഇവിടെ പാചകമൊഴിച്ച് ബാക്കി പണിയെല്ലാം ചെയ്യുന്നത് ബസ് തൊഴിലാളികളാണ്. ഇതിഹാസ് ബസ് ഗ്രൂപ്പിന്റെ ഉടമ സജീവ് തോമസ് ആണ് മുഴുവൻ ചെലവും വഹിച്ച് ഇത് നിർമ്മിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വരുമാന മാർഗം അതായിരുന്നു അവരുടെ ഉപജീവന മാർഗം. അതോടാണ്ടായി കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഓൾട്ടർനേറ്റീവ് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവരും ആ ഒരു ഇനീഷ്യേറ്റീവിൽ നമ്മളോടുകൂടി എന്തിനും തയ്യാറായിട്ട് ഫിറ്റായിട്ടുള്ളവരാണ്. അപ്പം പിന്നെ ശരി, എന്നാൽ പിന്നെ അങ്ങനെ ഒരു ഈ ഭാഗത്തൊരു നല്ലൊരു ടീ ഷോപ്പ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാട് വന്നപ്പോൾ എന്നാലും ശരി ഒരു ടീ സ്നാക്സ് പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നു. പച്ചക്കറി ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഷോപ്പ് ഞങ്ങൾ പച്ചക്കറിയായിട്ട് തന്നെ എൻ്റെ അപ്പുറത്തേക്ക് തന്നെ പുതിയ ഷോപ്പ് എടുത്തിട്ട് നന്നായി പച്ചക്കറി നന്നായി ചെയ്യുന്നുണ്ട്. ഒരു 4-5 പേര് അതിൽ ഫുള്ളി എൻഗേജ്ഡ് ആണ്. അപ്പോൾ അവരത് ഫുൾ സെറ്റായി. പിന്നെയും ഒരു 5-10 പേര് അങ്ങനെയല്ല, ഇനി നോക്കിയാൽ 10-30 ആളുണ്ട്. എല്ലാവരും നമുക്ക് പറ്റില്ല, എന്നാലും ഫുള്ളി ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നവരെ മാത്രം ഒന്ന്. സജീവ് തോമസിന് 18 ബസ്സുകളുണ്ട്. ബസ്സിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞപ്പോൾ 3 എണ്ണം മാത്രമാണ് ഇപ്പോൾ ഓടുന്നത്. അതുകൊണ്ടുകൂടിയാണ് വരുമാനമില്ലാതായ തൊഴിലാളികൾക്ക് ഒരു ഹോട്ടൽ കെട്ടിക്കൊടുത്തത്. ഇതിനു പുറമെ പച്ചക്കറി സ്റ്റാളും നിർമ്മിച്ചു നൽകി. വരുമാനം പൂർണ്ണമായും തൊഴിലാളികൾക്കെടുക്കാം. മുതലാളിയുടെ ആശയമായിരുന്നു ആളുകളെ ആകർഷിക്കാൻ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ വെക്കുക എന്നത്. സംഗതി ഹിറ്റായി. 2 പേര് ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല സൈഡിൽ നല്ല അഭിപ്രായമാണ്. നല്ല അത്യാവശ്യം ആൾ വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്കും നല്ല അഭിപ്രായം. നന്നായിട്ടുണ്ട്. ഒരു 6-7 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് അന്ന് വന്ന് അതിന് ശേഷം ഇപ്പോൾ 6ാമത്തെ പ്രാവശ്യം വരുന്നു. സ്ഥിരമായിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ്. നന്നായിട്ടുണ്ട്. അടിപൊളിയാണ്. എന്തായാലും വരുമാനം നഷ്ടപ്പെട്ട ഇതിഹാസിലെ ബസ് ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് പുതിയ സംരംഭം. ആപത്ത് കാലത്തും കൈവിടാത്ത മുതലാളിക്ക് തൊഴിലാളികളുടെ ചങ്കിലാണ് സ്ഥാനം. ഇതിനകത്തേക്ക് തിന്നാനും കുടിക്കാനും വന്ന ഇതിന്റെ ചുമര് മുഴുവൻ നമുക്ക് വില്ലന്മാരെ കാണാം. പക്ഷെ ഇതിനകത്ത് ഹീറോസാണ്. കോവിഡ് കാലത്ത് അതിജീവനത്തിനായി പോരാടുന്ന യഥാർത്ഥ ഹീറോസ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ആഡംബര വാഹനങ്ങൾ നിരത്തുകൾ കൈക്കലാക്കുമ്പോഴും മലയാളിക്ക് സൈക്കിളിനോടുള്ള പ്രിയം കുറയുന്നില്ല. കാലം മാറിയപ്പോൾ സൈക്കിളിലും ചില മാറ്റങ്ങളൊക്കെ വന്നു. കാണാം കൊച്ചിയിലെ ഒരു സൈക്കിൾ വിശേഷം. ഇതൊരു സൈക്കിളിന്റെ കഥയാണ്. ചെറുവടി കൊണ്ട് ടയറുരുട്ടി നടന്ന കുട്ടിക്കാലം. പുലർച്ചെ വീട്ടിൽ പത്രമിടാനെത്തുന്ന പത്രവിതരണക്കാരന്റെ സൈക്കിൾ ബെൽ. കൂട്ടുകാരെയും പിന്നിലിരുത്തി പാഞ്ഞുപോയ നടവരമ്പുകൾ. ബെല്ലും ബ്രേക്കും പൊട്ടിയ സൈക്കിളിലെ ആദ്യ വീഴ്ച. ഇങ്ങനെ നീളും രസകരമായ സൈക്കിൾ ഓർമ്മകൾ. കാലം മാറിയപ്പോൾ സൈക്കിളും മാറി. ഒറ്റവീലുള്ള യൂണിസൈക്കിളിൽ വരെ ആ മാറ്റം എത്തി നിൽക്കുന്നു. ബെല്ലും ബ്രേക്കുമില്ല. ആകെയുള്ളത് ഒറ്റ വീൽ മാത്രം. ഹാൻഡിൽ ഇല്ലാത്തതിനാൽ ശരീരവും കാലുകളും ഉപയോഗിച്ചാണ് ബാലൻസ് ചെയ്യേണ്ടത്. നോർമൽ സൈക്കിളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം അതിൻ്റെ ഒരു ബാലൻസിങ് അല്ല ഇതിൽ വരുന്നത്. നമ്മുടെ മൈൻഡാണ് മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. മറ്റേതിൽ നമുക്കൊരു ബാലൻസിങ് മാത്രം മതി. നമുക്ക് മുമ്പോട്ട് പെടലേ ഓട്ടിയ സൈക്കിൾ മുമ്പോട്ട് പോകുന്നുള്ളത് അറിയാം. പക്ഷെ ഇതിൽ നേരെ തിരിച്ചാണ്. ഒറ്റ വീലിൽ നഗരം ചുറ്റുന്ന അഖിലിനോട് ഇതിനോടകം തന്നെ യൂണിസൈക്കിൾ പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് സമീപിച്ചിരിക്കുന്നത്. കോവിഡ് കാലം കഴിഞ്ഞാലുടൻ സൈക്കിളിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണമെന്നാണ് അഖിലിന്റെ ആഗ്രഹം. സാധാരണ സൈക്കിൾ ഓടിക്കുന്നതിനേക്കാൾ ചില കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ല ഒന്നാന്തരമായി യൂണിസൈക്കിൾ ഓടിക്കാൻ കഴിയുമെന്നാണ് അഖിൽ പറയുന്നത്. എന്തു തന്നെയായാലും ഒരു ട്രെയിനറെ കിട്ടിയ സ്ഥിതിക്ക് ഞാനും ഈ പരീക്ഷണത്തിനൊന്ന് മുതിരുകയാണ്. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.